അപ്പോൾ കുറച്ച് നാൾ മുമ്പായിരുന്നു നത്തിങ് ഫോൺ 2A എന്നൊരു 25,000 രൂപ താഴെ വരുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോണായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു വലിയൊരു മോഡൽ, അതായത് ചെറിയ രീതിയിലുള്ള പ്രൈസ് ഹൈക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി സ്പെസിഫിക്കേഷൻസ് കൂടിയിട്ട് ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, നത്തിങ് ഫോൺ 2A+. ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോളായിട്ട് സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഫോണിൻ്റെ പ്രൈസ് തന്നെ പറയാം. 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 256GB വേരിയൻ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 12GB 256GB കൂടെ വരുന്നുണ്ട്. ഇതിൽ ബേസ് മോഡലായിട്ടുള്ള 8GB 256GB വേരിയൻ്റ് നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 27,999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,999 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റ് നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 29,999, ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 27,999 കിട്ടുന്നതായിരിക്കും. അപ്പോൾ 26,000 രൂപ റേഞ്ചിലാണ് ഫോൺ വരുന്നത്. മറ്റേനും കാട്ടിയും ചെറിയൊരു പ്രൈസ് കൂടിയിട്ടാണ് ഫോൺ വരുന്നത്. ബേസിക്കലി ഡിസൈൻ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നത്തിങ് ഫോൺ 2A എങ്ങനെയാണോ അതേ സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. കളർ ഡിഫറൻസിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബട്ട് ബേസിക്കലി ആ രീതിയിലുള്ള സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണും ഫോളോ ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് ഡിഫറൻസ് ഡിസൈനിൻ്റെ ഭാഗത്ത് പറയാനില്ല. പിന്നീട് 190 ഗ്രാം വെയ്റ്റും അതുപോലെ തന്നെ 8.5 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. പിന്നീട് IP54 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം ഡിസൈൻ അല്ലെങ്കിൽ ബിൽഡിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, സെയിം ആണ്. അതുപോലെ തന്നെ കളറിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ദെൻ ഡിസ്പ്ലേ ആണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED 120Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസും അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരുന്നത്. ദെൻ ക്യാമറ ആണെങ്കിൽ 15 MB ഒരു പ്രൈമറി ക്യാമറ, അതും സാംസങ്ങിൻ്റെ GN9 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ക്യാമറ ആണെങ്കിൽ 15 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്, അതും സാംസങ്ങിൻ്റെ JN1 എന്ന സെൻസറാണ് അൾട്രാ വൈഡിന് കൊടുത്തിട്ടുള്ളത്. പിന്നീട് സെൽഫി ആണെങ്കിൽ 15 MB സെൽഫി ക്യാമറ, അതിലും നമുക്ക് 4K വീഡിയോ റെക്കോർഡിങ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. റിയറിൽ നമുക്ക് 4K 13 എപ്പിസോഡിലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറ വൈസ് അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ബട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെയാണ്, ക്യാമറ റിവ്യൂസ് എന്തായാലും പോയിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ക്യാമറ നോക്കിയിട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാവോ. ക്യാമറ സ്പെസിഫിക്കേഷൻ വൈസ് അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ പെർഫോമൻസ്, MediaTekൻ്റെ Dimensity 7350 Pro എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ANTU സ്കോർ എന്ന് പറയുന്നത് 7,70,000 എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് ഒരു ഡീസൻറ്റ്, അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഫോൺ തന്നെയല്ല, ഇതിനും കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് വേറെയും വലിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റൊക്കെ വരുന്ന ഫോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്ന ഒരു മീഡിയം ലെവലിലുള്ള ചിപ്സെറ്റ് ആണെന്നുള്ളത്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് ഓക്കെ ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. പിന്നീട് LPDDR4Xൻ്റെ റാമും UFS 2.2ൻ്റെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നത്തിങ് OS ആണ്, അത്യാവശ്യം നല്ല സ്മൂത്തും ആഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടൊരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ബേസ്ഡ് ഓൺ Android 14 ആയിട്ടാണ് വരുന്നത്. പിന്നീട് 3 വർഷത്തെ മേജറായിട്ടുള്ള അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ആണെങ്കിൽ തന്നെ 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ചാർജിങ്ങും ബോക്സിനകത്ത് വരുന്നില്ല. സെപ്പറേറ്റ് അത് വാങ്ങേണ്ടി വരും, കേബിൾ മാത്രമേ ബോക്സിനകത്ത് വരുന്നുള്ളൂ. നത്തിങ് ആണ്, ചാർജർ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു നത്തിങ് ഫോൺ 2A ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് വൈസും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം നത്തിങ് ഫോൺ 2A ആണ് കുറച്ചും കൂടെ ഒരു വലിയ ഫോണാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ആ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഇപ്പോൾ 26,000 രൂപ എന്നൊരു ഓഫർ പ്രൈസിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേർത്തായിട്ടുള്ള ഒരു നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ എന്നത്തെ പോലും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.